ബൈബിളിൻ്റെ ചരിത്രത്തിൽ അത് പഴയ നിയമമാണെങ്കിലും പുതിയ നിയമമാണെങ്കിലും നെഗറ്റീവായ വ്യക്തികളെയും സംഭവങ്ങളെയും നമുക്ക് കാണാൻ കഴിയും. ആത്മികമായ ഗ്രന്ഥമായ ബൈബിളിൽ ആത്മീയരെന്ന് അറിയപ്പെട്ടിരുന്നതായ അനേക വിശുദ്ധന്മാരുടെ അനാത്മികമായ തെറ്റുകളെ, പ്രവർത്തികളെ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. പല വിശുദ്ധന്മാരുടെയും മാതൃകയില്ലാത്തതായ പ്രവർത്തികളും ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. ബൈബിളിനെ വിമർശിക്കുന്നവർ അല്ലെങ്കിൽ ബൈബിൾ ദൈവസ്വാസ്യമായ ഗ്രന്ഥമല്ല എന്ന് അവകാശപ്പെടുന്നവർ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതായ വേദഭാഗങ്ങളാണിവ. വേണമെങ്കിൽ ദൈവത്തെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ളതായ മോശം സംഭവങ്ങൾ, മോശം വ്യക്തികളെ ഒഴിവാക്കിക്കൊണ്ട് ബൈബിൾ രൂപപ്പെടുത്തി നൽകാമായിരുന്നു. പക്ഷേ ബൈബിളിൽ അത് ഉൾപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നാമത്, ബൈബിൾ ദൈവസ്വാസ്യമായ ഗ്രന്ഥമാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ മോശം വ്യക്തികളെയും മോശം അനുഭവങ്ങളെയും ബൈബിളിൽ രേഖപ്പെടുത്തി എന്നുള്ളത്. 2 പത്രോസ് 1:21 പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത്. നമുക്ക് പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെതായ ഇഷ്ടത്താൽ വന്നതല്ല. 1:21 വെച്ച് ഓക്കെ. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. ബൈബിൾ മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല എന്നതിൻ്റെ ഒരു വലിയ തെളിവാണ് ഇങ്ങനെയുള്ളതായ മോശം വ്യക്തികളെക്കുറിച്ചുള്ളതായ പരാമർശനങ്ങൾ. മാനുഷികമായ ഇഷ്ടാനിഷ്ടങ്ങൾ ബൈബിളിൻ്റെതായ എഴുത്തിനെ ഒരിക്കലും സ്വാധീനിച്ചിരുന്നില്ല. ദൈവികമായ ഗ്രന്ഥമെന്ന നിലയിൽ നൽകപ്പെട്ടതായ ബൈബിളിൽ മോശമായ അല്ലെങ്കിൽ ഇപ്രകാരം ബൈബിളിലെ മനുഷ്യന്റെ ഇഷ്ടങ്ങളെ സ്വാധീനിച്ചിരുന്നു എങ്കിൽ ഈ ഇത്തരത്തിലുള്ളതായ മോശമായ ഒരു കാര്യങ്ങളും കാണാൻ കഴിയില്ലായിരുന്നു. നോക്ക, ഇപ്രകാരം മാനുഷികമായിട്ട് അങ്ങനെ ഒരു തലത്തിലാണ് നാം ചിന്തിക്കുകയാണെങ്കിൽ ഈ ഇത്തരത്തിലുള്ളതായ മോശം അനുഭവങ്ങളെ വായിക്കുന്നതായ വായനക്കാർ ബൈബിളിനെ തെറ്റിദ്ധരിക്കുവാൻ കഴിയും. നോക്കുക, ഇവിടെ മാനുഷികമായ ഇഷ്ടത്താലാണ് ബൈബിൾ രൂപപ്പെട്ടതെങ്കിൽ മാതൃകയുള്ളതായ വ്യക്തികളും സംഭവങ്ങളും മാത്രമേ അതിനകത്ത് ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ എല്ലാ വ്യക്തികളും എല്ലാ നല്ല രീതിയിൽ മാത്രമേ ബൈബിൾ കാണാൻ കഴിയുള്ളൂ. പക്ഷേ ബൈബിൾ മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ലാത്തത് കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെതായ നിയോഗത്താൽ എഴുതപ്പെട്ടത് കൊണ്ട് തീർച്ചയായിട്ടും എല്ലാം ദൈവം അവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ബൈബിൾ വാസ്തവത്തിൽ ജയിച്ചവന്റെ മാത്രം ചരിത്രമല്ല, തോറ്റുപോയവരുടെ, വീണുപോയവരുടെ ചരിത്രം കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർ വീണുപോയത്, എന്തുകൊണ്ടാണ് അവർ തോറ്റുപോയതെന്ന് നാം മനസ്സിലാക്കിയെടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ബൈബിളിൽ നമുക്കായി അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, വിട്ടുകളയാതെ. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങൾ. എല്ലാവരും സമുദ്രത്തിൽ കൂടെ കടന്ന് എല്ലാവരും വേഗത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞുകൊണ്ട് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാം ദുർമോഹികളാകാതിരിക്കണം. പഴയ നിയമത്തിലെ ആ ഒരു ചരിത്ര സംഭവങ്ങളിൽ മോശം സംഭവങ്ങളെയും മോശം വ്യക്തികളെയും ഒഴിവാക്കിയാൽ വളരെ ചെറിയൊരു ചരിത്രം മാത്രമേ ലഭ്യമാകുകയുള്ളൂ.
അത്രമാത്രം മോശമായ സംഭവങ്ങളെയൊക്കെ നമുക്ക് അനവധിയായിട്ട് കാണാൻ കഴിയും. ദൈവം എന്തുകൊണ്ടാണ് അതിനെ വിട്ടുകളയാതെ ചേർത്തതെന്ന് നോക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച് നമുക്കതിൽ നിന്നും കുറേയേറെ പാഠങ്ങൾ പഠിക്കുവാനുണ്ട്. നാം അതിൽ നിന്നും ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. ആ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതായ ആ ലക്ഷക്കണക്കിന് വ്യക്തികളിൽ 2 പേരൊഴികെ ബാക്കി എല്ലാവരും പട്ടുപോയത് എങ്ങനെയാണെന്ന് നാം മനസ്സിലാക്കണം. യാത്ര ആരംഭിച്ചത് കൊണ്ട് മാത്രം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് ആ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. നാം തന്നെ അത് യാത്ര ചെയ്ത് തീർക്കേണ്ടതുണ്ട് എന്നുള്ളത് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അതുമാത്രമല്ല, നാം വീണു പോകുവാൻ സാധ്യതയുള്ളതായ ഒരു യാത്രയിലാണെന്ന് നാം മനസ്സിലാക്കണം. ബൈബിൾ വീണുപോയവരുടെ ചരിത്രങ്ങൾ കാണാൻ കഴിയും. പക്ഷെ തിരിച്ചു വന്നതായ അനേക വ്യക്തികളെയും കാണാൻ കഴിയും. എന്നാൽ യൂദാസിന്റെ ചരിത്രം എന്ന് പറയുന്നത് തന്നെത്താൻ നഷ്ടപ്പെടുത്തിയതായ ഒരു ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യൂദാസിന്റെ ചരിത്രം അനേക പാഠങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ആത്മികരുടെ ഇടയിൽ ആരും അറിയാതെ അനാത്മികനായിട്ട് ജീവിക്കുവാൻ കഴിയുമെന്ന് യൂദാസിന്റെ ജീവിതം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. 1-2 ദിവസമല്ല, 3-3.5 വർഷക്കാലമാണ് 12 പേരുടെ ഇടയിൽ, ആത്മികരായ ഇത്രയും പേരുടെ ഇടയിൽ ഒരു വ്യക്തി മാത്രം അനാത്മികമായ ജീവിതം നയിച്ചത്. ദൈവത്തിന്റെ വചനം ഇതിലൂടെ കാണുന്നത് നാം ദൈവത്താൽ വിളിക്കപ്പെട്ടത് കൊണ്ടോ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ ഇരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അപ്രകാരമുള്ളതായ കാര്യങ്ങളിലൂടെ ഇടപെട്ടത് കൊണ്ടോ ഒന്നും ഒരു നിത്യതയുടെ ഉറപ്പ് നൽകുന്നില്ല എന്നുള്ളതാണ്. നാം അവനിൽ തുടർമാനമായിട്ട് ജീവിക്കേണ്ടത് വളരെ വളരെ അനിവാര്യമാണ്. പലരും ചിന്തിക്കുന്ന പോലെ യൂദാസ് അപ്പോസ്തലന്മാരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറിയ യാദൃച്ഛികമായി വന്നു പെട്ടുപോയ വ്യക്തിയല്ല. എല്ലാ അപ്പോസ്തലന്മാരെയും കൂട്ട് തന്നെ ഈ യൂദാസിനെ ദൈവം വിളിച്ച് തൻ്റെ അപ്പോസ്തലന്മാരെ കൂട്ടത്തിൽ പരിഗണിച്ച് അല്ലെങ്കിൽ വെച്ച വ്യക്തി തന്നെയാണ്. മത്തായി 10:1-4 വരെയുള്ളതായ വാക്യങ്ങൾ. അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു. അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊൽപ്പിക്കാനും അവർക്ക് അധികാരം കൊടുത്തു. 12 അപ്പോസ്തലന്മാരുടെ പേരാവത്: ഒന്നാമൻ പത്രോസ് എന്ന പേരുള്ള ശിമോൻ, അവന്റെ സഹോദരൻ അന്ത്രയാസ്, സബദിയുടെ മകൻ യാക്കോബ്, അവന്റെ സഹോദരൻ യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമായി, തോമസ്, ചുങ്കക്കാരൻ മത്തായി, അൽഫയുടെ മകൻ യാക്കോബ്, തദായി, ശിമോൻ, യേശുവിനെ കാണിച്ചു കൊടുത്ത ഇസ്കരിയോത്ത യൂദ. യൂദാസിന്റെ സംഭവം അല്ലെങ്കിൽ ക്രിസ്തു സംഭവത്തിന് ശേഷമാണ്, ഏതാനും വർഷങ്ങൾക്ക് ശേഷമാണ് ഈ എഴുത്തുകളൊക്കെ രൂപപ്പെട്ടത്. പക്ഷേ ഇതൊരു മോശം വ്യക്തിയുടെ ചരിത്രമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഓരോ സുവിശേഷങ്ങളിലും യൂദാസിനെ കുറിച്ച് പറയുമ്പോൾ ഓരോ പരാമർശങ്ങൾ കാണാൻ കഴിയും. അല്ലെങ്കിൽ അല്ലെങ്കിൽ അപ്രകാരം യൂദാസിന്റെ ജീവിതത്തെ പരാമർശിക്കുന്നതായ ചില ഒരു പ്രയോഗങ്ങൾ കാണാൻ കഴിയും. ഇവിടെ നമ്മൾ കണ്ടതാണ് യേശുവിനെ കാണിച്ചു കൊടുത്ത ഇസ്കരിയോത്ത യൂദ. 26:14 മത്തായി. അന്ന് 10 പേരിൽ ഒരുത്തനായ യൂദ ഇസ്കരിയോത്താവ് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു. നോക്ക, അവിടെ പറയാണ് 12 പേരിൽ ഒരുത്തനായ യൂദ. അപ്പൊ 12 പേരിൽ ഒരുത്തനായിട്ട് തന്നെയാണ് ബൈബിളിൽ അവിടെയൊക്കെയും പരിഗണിക്കപ്പെടുന്നത്. യൂദയെ ഒഴിവാക്കി മാറ്റി നിർത്തില്ല. മർക്കോസ് 3:13-15 വരെ. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് മൂർച്ചയുടെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കുന്നതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കുന്നതിന് അധികാരം ഉണ്ടാകുവാനും 12 പേരെ നിയമിച്ചു. നോക്ക്, അതിന്റെ അവസാനത്തെ വാക്യത്തിൽ പറയുന്നത് 19-ാം വാക്യത്തിൽ പറയുന്നത് തന്നെ കാണിച്ചു കൊടുത്ത ഇസ്കരിയോത്ത യൂദ. തനിക്ക് ബോധിച്ചവരെയാണ് വിളിച്ചത്. താൻ എല്ലാവരും അപ്പോസ്തലന്മാരായിട്ട് തന്നെയാണ് വിളിച്ചത്, ഈ 12 പേരെയും. പക്ഷേ അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പിന്നീട് കാണാം. 19-ാം വാക്യത്തിൽ നമുക്ക് വായിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞു. 14-10 വാക്യം മർക്കോസ്.
പിന്നെ 12 ഒരുത്തനായി ഇസ്കരിയോത്താവായ യൂദ അവനെ മഹാപുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് അവരുടെ അടുക്കൽ ചെന്നു. ഒരു സ്ഥലത്തും ഒഴിവാക്കിയില്ല യൂദ എങ്ങനെയുള്ള വ്യക്തി ആയിരുന്നു എന്നത്. പരിശുദ്ധാത്മാവ് ഒരു സ്ഥലത്തും ഒഴിവാക്കിയില്ല. എല്ലാവരുടെ പേര് പരാമർശിക്കുമ്പോൾ യൂദയെക്കുറിച്ചൊരു പ്രയോഗമുണ്ടാകും. ഏതെങ്കിലും കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ട്. ലൂക്കോസ് 6:13 വാക്യം. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു, അവരിൽ 12 പേരെ തിരഞ്ഞെടുത്തു, അവർക്ക് അപ്പോസ്തലന്മാർ എന്ന പേര് വിളിച്ചു. ഒരു രാത്രി മുഴുവനും പ്രാർത്ഥിച്ച ശേഷമാണ് ഇവരെ തെരഞ്ഞെടുക്കുന്നത്. ഒരു രാത്രി മുഴുവൻ യേശു പ്രാർത്ഥനയിലായിരുന്ന ശേഷമാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്. അവർക്ക് അപ്പോസ്തലന്മാരെന്ന് പേര് കൊടുക്കുകയുണ്ടായി. 16 വാക്യം. യാക്കോബിന്റെ സഹോദരനായ യൂദ ദ്രോഹിയായി തീർന്ന ഇസ്കരിയോത്ത യൂദ. അപ്പോൾ അവിടെ പറഞ്ഞ ദ്രോഹിയായി തീർന്ന, ബൈബിളിൽ കാണുന്നത്, മറ്റു സ്ഥലം കാണുന്നത് കാണിച്ചു കൊടുത്തതായ യൂദ. ലൂക്കോസ് 22:47. അവൻ സംസാരിക്കുമ്പോൾ തന്നെ ഇതാ ഒരു പുരുഷാരം പന്തിരുവരിൽ ഒരുവനായ യൂദ. അപ്പോൾ എല്ലായിടത്തും യൂദയെ പരാമർശിക്കുന്നുണ്ട്, വിട്ടുകളയുന്നില്ല. പക്ഷേ ചില പ്രയോഗങ്ങൾ അവന്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തിയാണ് അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിക്കുന്നത്. യോഹന്നാൻ 12:4. എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദാ ഇസ്കരിയോത്താവ്. പ്രവൃത്തി 1:24. തന്റെ സ്ഥലത്തേക്ക് പോകേണ്ട യൂദ ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെ അപ്പോസ്തലത്വത്തിന്റെ സ്ഥാനം ലഭിക്കേണ്ടതിന് തന്റെ സ്ഥലത്തേക്ക് യൂദ ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെയും അപ്പോസ്തലത്തിന്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് അവനൊരു പൊസിഷൻ ഉണ്ടായിരുന്നു, അപ്പോസ്തലൻ എന്നുള്ളതായ പേരുണ്ടായിരുന്നു, പദവി ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കപ്പെട്ട് ഒഴിഞ്ഞുപോയി അതിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തിയാണ്. യൂദാസിനെ ദൈവം തിരഞ്ഞെടുത്തത് ദൈവത്തിന് അബദ്ധം പറ്റിയതായിരുന്നില്ല. യൂദാസിന് ഒരു അവസരം നൽകിയാണ് തൻ്റെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുവാൻ, തിരിച്ചു വരുത്തുവാൻ. യൂദാസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന, അവൻ യേശുവിൻ്റെ എല്ലാ ശുശ്രൂഷകളിലും 3.5 വർഷക്കാലം തുടർച്ചയായിട്ട് അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് എല്ലാ ശുശ്രൂഷകളിലും എല്ലാ അധ്യാപനങ്ങളിലും അവൻ പങ്കാളിയായിരുന്നു, അല്ലെങ്കിൽ അവൻ സാക്ഷിയായിരുന്നു. യോഹന്നാൻ 12:3-6 വരെ. അപ്പോൾ ഒരു രാത്രി യേശുവിനെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ ചുമട്ടി തൈലത്തിന് സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാലും ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനാണ് യൂദ ഇസ്കരിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാൻ എന്ത് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരം ഉണ്ടായിട്ടല്ല, അവൻ കള്ളനാകുന്നതും പണസഞ്ചി തന്റെ പക്കൽ ആകയാൽ ഇതിലിട്ടത് എടുത്തു വന്നതും കൊണ്ടും അത്രേ പറഞ്ഞത്. യേശുവിന്റെ മഹത്വം ഏറ്റവും കൂടുതൽ വെളിപ്പെട്ടതായ, അല്ലെങ്കിൽ ദൈവം വെളിപ്പെടുത്തിയതായ ഒരു അധ്യായം കൂടിയാണ് 12-ാം അധ്യായം. അവിടെ കൂടി വന്നിരുന്നതായ എല്ലാ വ്യക്തികളും യേശുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ തൈലത്തിൻ്റെതായ സൗരഭ്യവാസനയിൽ ആ ചെയ്തതായ പ്രവൃത്തിയെ, അല്ലെങ്കിൽ ചെയ്തതായ പ്രവൃത്തിയെല്ലാം അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായിട്ട് പരിഗണിച്ചുകൊണ്ട് ആ നിലയിൽ നിൽക്കുമ്പോൾ, എല്ലാവരും യേശുവിൻ്റെതായ മഹത്വം ഉള്ളിൽ വഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, ഒരു വ്യക്തി മാത്രം തിരിച്ചു ചിന്തിക്കുകയാണ്. അവിടെ പറയാണ്, ഈ തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ അവന്റെ ശിഷ്യന്മാരൊരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദാ ഇസ്കരിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാനിതെന്ത്? തന്റെ അരുമനാഥൻ മഹത്വപ്പെടുത്തുന്നതായ നാളിൽ അവനോട് ചേർന്ന് നിൽക്കേണ്ടതായ സമയത്ത് യൂദ തിരിച്ചു ചിന്തിക്കുകയാണ്, ഇത് വിറ്റിട്ട് 300 വെള്ളിക്കാശിന് വിറ്റിട്ട് ദരിദ്രന്മാർക്ക് കൊടുക്കാനത് എന്താണ്? അവൻ എല്ലാറ്റിനും ദൃക്സാക്ഷിയായിരുന്നു. മത്തായി 26:6-8 വരെ. ഒരു സ്ത്രീ വിലയേറിയ പരിമളതൈലം നിറഞ്ഞ ഒരു വെൺകൽ ഭരണി എടുത്തുകൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നു. അവൻ പന്തിയിലിരിക്കുമ്പോൾ അത് അവന്റെ തലയിൽ ഒഴിച്ചു. ശിഷ്യന്മാർ അത് കണ്ടിട്ട് മുഷിഞ്ഞ് ഈ വെറും ചെലവ് എന്തിനു?
അത് വളരെ വിലയ്ക്ക് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാമായിരുന്നു. ഒരുപക്ഷെ ശിഷ്യന്മാരുടെ എല്ലാവരുടെയും മനസ്സിൽ, ചിലരുടെയെങ്കിലും മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിൻ്റെ നേതൃത്വത്തിലിരുന്നത്, ആ ചിന്തകളെ നയിച്ചുകൊണ്ട് മുന്നിൽ നിന്നത് യൂദാസ് ആയിരുന്നു എന്ന് കാണാൻ കഴിയും. അവൻ്റെ ഉള്ളിലെ ആ പണത്തോടുള്ള ആർത്തിയെ വെളിപ്പെടുത്തുന്നതായ സംഭവമാണ്. പക്ഷേ യേശുവിൻ്റെതായ മഹത്വം അവൻ ആ സമയം വരെയും കണ്ടിരുന്നില്ല. ഇത്രയും കാലം യേശുവിനെ ശുശ്രൂഷിച്ച് നടന്നിട്ടും, ഇത്രയും കാലം അവൻ്റെ പഠനങ്ങൾ കേട്ടിട്ടും പ്രസംഗങ്ങൾ കേട്ടിട്ടും അവൻ ആരാണെന്ന് തിരിച്ചറിയുവാൻ ഇവന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. യോഹന്നാൻ 13:29. പണസഞ്ചി യൂദയുടെ പക്കലാകിയാൽ പെരുന്നാളിന് വേണ്ടത് മേടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നു എന്ന് ചിലർക്ക് തോന്നി. നോക്ക്, അങ്ങനെയുള്ളതായ ഒരു പൊസിഷൻ അവനുണ്ട്. പണം കൈകാര്യം ചെയ്യുന്നതായ ഒരു പൊസിഷൻ അവനുണ്ട്. അവൻ എല്ലാ ശുശ്രൂഷകളിലും പങ്കാളിയാണ്. അല്ലെങ്കിൽ അവന് കർത്താവിനെ മനസ്സിലാക്കുവാൻ ആവോളം അവസരം ലഭിച്ച വ്യക്തി തന്നെയായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം, യൂദാസ് സാമ്പത്തിക വിഷയങ്ങളിൽ അവിശ്വസ്തനായിരുന്നു എന്നത് അവസാനം വരെ ആരും മനസ്സിലാക്കിയിരുന്നില്ല, അറിഞ്ഞിരുന്നില്ല, യേശു ഒഴികെ. സാമ്പത്തിക വിഷയങ്ങൾ ജീവിതകാലം മുഴുവനും മറ്റുള്ളവരെ ചതിച്ച് ജീവിച്ചിരുന്നതായ മത്തായിയെ പോലുള്ളവർ അവിടെ ഉണ്ട്. ഒരു വലിയ കാലഘട്ടം മുഴുവനും മത്തായി മറ്റുള്ളവരിൽ നിന്ന് പിഴിഞ്ഞ് വാങ്ങിച്ച് അവരുടെ ശാപവും പ്രാക്കും ഏറ്റുകൊണ്ട് സാമ്പത്തികമായി തട്ടിപ്പ് നടത്തി ജീവിച്ചിരുന്നതായ വ്യക്തിയാണ് മത്തായി. ആ മത്തായി പോലും ആ ഒരു പാതയിലേക്ക് കടന്നു വന്നില്ല എന്ന് മനസ്സിലാക്കണം. കർത്താവ് അവനെ സാമ്പത്തിക വിഷയങ്ങൾ ഫലമേൽപ്പിക്കുമ്പോൾ പോലും കർത്താവിനറിയാം ഇത് ആരാണെന്നറിയാം, ഇവൻ എങ്ങനെയുള്ള വ്യക്തിയാണെന്നറിയാം. ആ 300 വെള്ളിക്കാശ് വിലയുള്ളതായ തൈലം ആ സ്ത്രീ പൊട്ടിച്ചൊഴിക്കുമ്പോൾ തൻ്റെ ഉപജീവന മാർഗമാണ് പൊട്ടിച്ചൊഴിച്ചത്. പക്ഷെ അവൾ നൽകിയ വില വളരെ വലുതായിരുന്നു. ആ വില പോലും തനിക്ക് നൽകാത്തവനാണെന്നറിയാം. പക്ഷെ യൂദയുടെ ജീവിതം ഒന്ന് ക്രമീകരിക്കുവാൻ വേണ്ടി ദൈവം ഒരു അവസരം കൊടുക്കുകയായിരുന്നു. അതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രബലമായ ചിന്താഗതി എന്ന് പറയുന്നത്, ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടവനായിരുന്നു യൂദാസ് എന്നുള്ളതായ ഒരു ചിന്താഗതി നിലവിലുണ്ടായിരുന്നു. ബൈബിളിനെ വിമർശിക്കുന്നവർ, അവിശ്വാസികൾ, അവർ വച്ചുപുലർത്തുന്നതായ ഒരു പൊതുവായൊരു ചിന്താഗതിയാണത്. യൂദാസിനെ ദൈവം ഉണ്ടാക്കിയത്, സൃഷ്ടിച്ചത് ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ദൈവ പദ്ധതിയിൽ അവനൊരു സ്ഥാനമുണ്ടായിരുന്നു, ഒറ്റിക്കൊടുക്കുന്ന ഒരു റോൾ ഉണ്ടായിരുന്നു. ഒരു പരിധി വരെ ചിന്തിക്കുകയാണെങ്കിൽ അവൻ്റെ കുറ്റമല്ല, അവൻ അതിനുവേണ്ടി ഉണ്ടാക്കപ്പെട്ടവനായതുകൊണ്ടാണ് അവനത് ചെയ്യേണ്ടി വന്നത്. യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ യൂദാസിന് പങ്കാളിത്തമുണ്ടെന്ന് ചിന്തിക്കുന്നവർ പോലുമുണ്ട്. അല്ലെങ്കിൽ ഈ ഒറ്റിക്കൊടുക്കുവാൻ ഒരു യൂദ ഇല്ലായിരുന്നുവെങ്കിൽ യേശുവിൻ്റെ ക്രൂശീകരണം നടക്കില്ല എന്ന് ചിന്തിക്കുന്നവർ. ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവം നശിക്കുവാൻ വേണ്ടി ഒരിക്കലും ഒരു യൂദാസിനെ സൃഷ്ടിക്കില്ല. കാരണം ദൈവം എന്ന് പറയുന്നത് ആരും നശിച്ചു പോകാതെ, അല്ലെങ്കിൽ ആരും നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്തതായ ഒരു ദൈവമാണ്. 1 തിമോഥെയോസ് 2:4 നോക്കുക, അവൻ സകലം ദൈവത്തിൻ്റെതായ മനസ്സ് പറയുകയാണെങ്കിൽ, ദൈവത്തിൻ്റെതായ ആ കാഴ്ചപ്പാടാണ് ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെടാതെ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ദൈവം ആഗ്രഹിക്കുന്നു. പഴയ നിമിത്തം നമുക്ക് കാണാൻ കഴിയും, വായിക്കണമെന്നില്ല, അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അശേഷം താല്പര്യമുണ്ടോ? അവൻ തൻ്റെ ദുഷ്ടത വിട്ട് തിരിയുന്നതിനല്ലോ എനിക്ക് സന്തോഷം. അങ്ങനെയുള്ളതായ ദൈവമാണ്
അങ്ങനെയുള്ള ദൈവം ഒരിക്കലും ഒരു യൂദാസിനെ നശിക്കുവാൻ വേണ്ടി സൃഷ്ടിക്കില്ല. യോഹന്നാൻ 3:16. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്നില്ല, നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം നൽകുകൊണ്ടപ്പോഴാണ് ലോകത്തെ സ്നേഹിച്ചു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നേവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തിലുള്ളതായ ഓരോ മനുഷ്യനെയും കുറിച്ച് ദൈവം ആഗ്രഹിച്ചത് ഇവരെല്ലാവരും തന്റെ പുത്രൻ മുഖാന്തരമായിട്ട് നിത്യരക്ഷ പ്രാപിക്കണമെന്നാണ്. അല്ലാതെ ഒരു യൂദാസ് ഒറ്റിക്കൊടുത്തിട്ട് അവൻ നഷ്ടപ്പെട്ടു പോകണമെന്ന് ചിന്തിച്ചുകൊണ്ടല്ല ദൈവം അവിടെ പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെതായ മുന്നറിവ് എന്നുള്ളതായ വിഷയത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ, അതൊരിക്കലും ദൈവം ഏതെങ്കിലും ഒരു കാര്യം മുൻകൂട്ടി തീരുമാനിച്ച് നടപ്പാക്കുന്നതിനെ കുറിച്ചല്ല, സംഭവങ്ങൾ നടക്കുന്ന മുമ്പ് തന്നെ അത് സംഭവിക്കുന്ന കാര്യങ്ങൾ ദൈവം മുന്നമേ അറിയുന്നതിനെ കുറിച്ചാണ്. യൂദാസിന്റെ എല്ലാ ജീവിതവും ദൈവം മുന്നമേ അറിഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്. യോഹന്നാൻ 13:2. അത്താഴമായപ്പോൾ പിശാച് ശീമോന്റെ മകനായ യൂദ ഇസ്കറിയോത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കാൻ തോന്നിച്ചിരുന്നു. അവിടെ പറയാണ് അത്താഴമായപ്പോൾ പിശാച് ശീമോന്റെ മകനായ യൂദ ഇസ്കറിയോത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കാൻ തോന്നിച്ചിരുന്നു. 18-19. നിങ്ങളെല്ലാവരെയും കുറിച്ച് പറയുന്നില്ല, ഞാൻ തെറ്റിട്ടവരെ ഞാൻ അറിയുന്നു. എന്നാൽ എന്റെ അപ്പം തിരുന്നവൻ എന്റെ നേരെ കുതികാലം ഉയർന്നിരിക്കുന്നു എന്നുള്ള തിരുവഴുത്തിൽ നിവൃത്തി വരേണ്ടതാകുന്നു. അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ മശിഹ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാനിപ്പോൾ അത് സംഭവിക്കുമെന്ന് നിങ്ങളോട് പറയുന്നു. എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല, ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. എന്നാൽ അതിന്റെ അപ്പം തിന്നുന്നവൻ എന്റെ നേരെ കുതികാലം ഉയർത്തിരിക്കുന്ന തിരുവഴുത്ത് നിവൃത്തി വരേണ്ടതാകുന്നു. അത് സംഭവിക്കുന്ന മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. 21. ഇത് പറഞ്ഞിട്ട് ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും. ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും. അല്ലെങ്കിൽ കാണിച്ചു കൊടുത്തേ പറ്റുമെന്നല്ല, ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കാൻ ഇരിക്കുന്നവരുണ്ട് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഇടയിൽ. 25-27 വരെ. അവൻ യേശുവിന്റെ നെഞ്ചോട് ചാഞ്ഞു, കർത്താവേ അതാരെന്ന് ചോദിച്ചു. ഞാൻ അപ്പക്കണ്ടം മുക്കി കൊടുക്കുന്നവൻ തന്നെ. യേശു ഉത്തരം പറഞ്ഞു, കണ്ടം മുക്കി ശീമോൻ ഇസ്കറിയോത്താവിന്റെ മകനായ യൂദായ്ക്ക് കൊടുത്തു. കണ്ടം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. നോക്ക്, അവിടെ പറയാണ്, ഞാൻ അപ്പക്കണ്ണം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. കണ്ണം മുക്കി ശീമോൻ ഇസ്കറിയോത്തിന്റെ മകനായ യൂദയ്ക്ക് കൊടുത്തു. കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവന്റെ ഇടയിൽ അല്ലെങ്കിൽ അവനിൽ കടന്നു. നോക്ക, ദൈവം യേശു ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും മുൻകൂട്ടി പറയുന്നത്. പക്ഷേ നമുക്ക് പിന്നീട് കാണാൻ കഴിയും അതിനെക്കുറിച്ച്. യോഹന്നാൻ 17:12. അവനോടുകൂടി ഇരുന്നപ്പോൾ ഞാൻ അവനെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ഞാൻ അവനെ സൂക്ഷിച്ചു. തിരുവഴുത്ത് നിവൃത്തി വരേണ്ടതിന് നാശയോഗ്യനല്ലാതെ അവൻ ആരും നശിച്ചു കൊടുത്തില്ല. നോക്കാണ്, അവരോടുകൂടി ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. 12 അപ്പോസ്തലന്മാരെയും കാത്തു സൂക്ഷിച്ചു കൊണ്ടിരുന്നത് യേശു തന്നെയാണ്, അല്ലെങ്കിൽ ദൈവം തന്നെയാണ്. എന്നിട്ട് പിന്നെ പറയാണ്, ആ തിരുവഴുത്തിന് നിവർത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല, അല്ലെങ്കിൽ നശിക്കുവാൻ വേണ്ടി യോഗ്യത നേടിയവനല്ലാതെ, നശിക്കുവാൻ വേണ്ടി നാശത്തിന്റെ വഴി തെരഞ്ഞെടുത്തവനല്ലാതെ ആരും നശിച്ചു പോയിട്ടില്ല എന്ന് യേശു പിന്നീട് പറയുണ്ടായി. യോഹന്നാൻ 6-ാം. നിങ്ങളെ 12 പേരെ ഞാൻ തെരഞ്ഞെടുത്തില്ലയോ? എങ്കിൽ നിങ്ങളിൽ ഒരുത്തിന് ഒരു പിശാചാകുമെന്ന് ഉത്തരം പറഞ്ഞു. ഇതവൻ ശീമോൻ ഇസ്കറിയോത്താവിന്റെ മകനായ യൂദയെ കുറിച്ച് പറഞ്ഞു. ഇവൻ 12 ഒരുത്തനെങ്കിലും അവനെ കാണിച്ചു കൊടുക്കാനുള്ളവനായിരുന്നു. നിങ്ങളെ ഞാൻ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ പിശാചാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശുവിന് നല്ലവണ്ണം അറിയാം, തൻ്റെ കൂടെ കൂടിയതായ നാൾ മുതൽ ഇന്നുവരെയും യൂദാസ് എന്ന് പറയുന്നതായ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
അവൻ ഈ കൂട്ടത്തിൽ ഉൾപ്പെട്ടവനായിട്ട് നടന്നുവെന്നേ ഉള്ളൂ. അവൻ ഈ കൂട്ടത്തിൽ പെട്ടുവെന്നേ മാത്രമേ ഉള്ളൂ. പക്ഷെ അവൻ്റെ ജീവിതം മാറ്റപ്പെട്ടിട്ടില്ല. അവൻ്റെ ജീവിതത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. അവൻ പിശാചാകുന്നെന്നാണ് യേശുവോടെ പറയുന്നത്. നിങ്ങൾ ഒരുത്തൻ പിശാചാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് അവൻ സീമോൻ ഇസ്കറിയാത്ത മകനായ യൂദയെക്കുറിച്ച് പറഞ്ഞു അവൻ 12 ഒരുത്തനെങ്കിലും അവനെ കാണിച്ചു കൊടുക്കാനുള്ളവനായിരുന്നു. പിന്നീട് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയപ്പോൾ പറയാണ് അത് കാണിച്ചു കൊടുക്കാനുള്ളവനായിരുന്നു എന്ന്. ലൂക്കോസ് 22-ാം അധ്യായം 21-22. എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്നവന്റെ കൈ എന്റെ മേശപ്പെടുത്തുന്നത് നിർണയിച്ചിരിക്കുന്ന പോലെ മനുഷ്യത്തിന് പോകുന്ന സത്യം. എങ്കിലും അവനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന് അയ്യോ കഷ്ടമുള്ളത്. ലൂക്കോസ് 22-21-22. എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്നവന്റെ കൈ എൻ്റെ അരികെ മേശപ്പുറത്തുണ്ട്. നിർണയിച്ചിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്ന സത്യമെങ്കിലും അവനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനെ അയ്യോ കഷ്ടം. ആ കാണിച്ചു കൊടുക്കാതിരിക്കുന്ന അല്ലെങ്കിൽ അവനെ കാണിച്ചു കൊടുക്കുവാൻ ഹൃദയത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നതായ മനുഷ്യനെ അയ്യോ കഷ്ടം. നമ്മൾ പലപ്പോഴും ചിന്തിക്കും യോഹന്നാൻ 13-ാം അധ്യായത്തിൽ അല്ലെങ്കിൽ ആ കർത്താവ് തൻ്റെ മേശയെ സ്ഥാപിക്കുന്നതായ സമയത്താണ് ആ പിശാച് അവൻ്റെ ഉള്ളിലേക്ക് കടന്ന് അവനെ കാണിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളെ തോന്നിച്ചതെന്നൊക്കെ ചിന്തിക്കും. പക്ഷെ പിന്നീട് കാണാൻ കഴിയും നമുക്ക് ക്രിസ്തു സംഭവത്തോട് ബന്ധപ്പെട്ടതായ എല്ലാ കാര്യങ്ങളും ദൈവം മുന്നമേ തീരുമാനിച്ചു എന്നല്ല, എല്ലാം മുന്നമേ അറിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. യൂദാസിനെ സാത്താൻ എടുത്തുപയോഗിച്ചതാണോ അവൻ സ്വയം സമർപ്പിച്ചതാണോ? പിശാച് ഉപയോഗിക്കുന്നതും സ്വയം സമർപ്പിക്കുന്നതും തമ്മിൽ വളരെ വളരെ വ്യത്യാസമുണ്ട്. പാപം നമ്മളെ പിടികൂടുന്നതും പാപത്തിൻ്റെ പുറകെ പോയി സ്വയം സമർപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. യോഹന്നാൻ 13-ാം അധ്യായം അതിൻ്റെ 26 മുതൽ 31. ഞാൻ അപ്പക്കണ്ടം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. കണ്ടം മുക്കി ശീമോൻ ഇസ്കറിയോത്താവിന്റെ മകനായ യൂദായ്ക്ക് കൊടുത്തു. കണ്ടം വാങ്ങി ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. 31 വരെ. എന്നാൽ ഇത് ഇന്നതിനെ കുറിച്ച് പറഞ്ഞുവെന്ന് പന്തിയിലിരുന്നവരിൽ ആരും അറിഞ്ഞില്ല. പണസഞ്ചി യൂദായുടെ പക്കൽ ആകയാൽ പെരുന്നാളിൽ വേണ്ടുന്നത് മേടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നുവെന്ന് ചിലർക്ക് തോന്നി. കണ്ടം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. അവൻ പോയ ശേഷം യേശു പറഞ്ഞത്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. യൂദായുടെ ജീവിതവും യേശുവുമായിട്ട് അല്ലെങ്കിൽ യേശു യൂദായുടെ ജീവിതത്തെ നിരന്തരമായി വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. യൂദയെ യേശു മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് യൂദയ്ക്കും അറിയില്ല, ബാക്കിയുള്ള അപ്പോസ്തലന്മാർക്കും ആർക്കും അറിയില്ല. അതിന് തൊട്ട് മുമ്പ് അടയാളം കൊടുക്കുന്നുണ്ട്. അപ്പക്കണ്ണം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് പറഞ്ഞിട്ട് യേശു യൂദയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. ആർക്കും അറിയില്ല. യൂദാസിന് പോലും ഒരുപക്ഷെ പിടികിട്ടി കാണത്തില്ല എന്താണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ യേശുവിനറിയാം നീ എന്താണ് ചെയ്യാൻ പോകുന്നത്, അത് നീ വേഗത്തിൽ ചെയ്യുക. എന്നാൽ ഇത് ഇന്നതിനെ കുറിച്ച് പറഞ്ഞുവെന്ന് 12 ആരും അറിഞ്ഞില്ല. പണസഞ്ചി യൂദയുടെ പക്കലാകൊണ്ട് പെരുന്നാളിന് വേണ്ടത് മേടിപ്പാനോ ദരിദ്രന്മാർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നു എന്ന് തോന്നി. കണ്ണം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ്. അപ്പോൾ രാത്രിയായിരുന്നു. അവൻ പോയ ശേഷം യേശു പറഞ്ഞു, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിലുള്ള അവസാനത്തെ പിശാചിൻ്റെതായ മകനും കടന്നുപോയി. യേശു മഹത്വപ്പെടുകയാണ്. അല്ലെങ്കിൽ പിശാചിനെ എല്ലാം പുറത്താക്കിയ ശേഷമാണ് ആ കർത്തൃമേശ അവിടെ സ്ഥാപിക്കുന്നത്. ലൂക്കോസ് 22 വരുമ്പോൾ
ആ ദിവസമല്ല സാത്താൻ അവനിലേക്ക് കടന്നതെന്ന് കാണാൻ കഴിയും. 22:1 മുതൽ 6 വരെ. പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അടുത്തു. അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തെ ഭയപ്പെടുകയാൽ അവനെ ഒടുക്കുവാൻ ഉപായം അന്വേഷിച്ചു. എന്നാൽ പന്തിരിവരുടെ കൂട്ടത്തിലുള്ള ഇസ്കറിയോത്ത യൂദായിൽ സാത്താൻ കടന്നു. അവൻ ചെന്ന് മഹാപുരോഹിതന്മാരോടും പടനായകന്മാരോടും അവനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന വഴിയെക്കുറിച്ച് സംസാരിച്ചു. അവർ സന്തോഷിച്ച് അവന് ദ്രവ്യം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടു. അവൻ വാക്കു കൊടുത്തു. പുരുഷാരമില്ലാത്ത സമയത്ത് അവനെ കാണിച്ചു കൊടുപ്പാൻ തക്കം അന്വേഷിച്ചു പോകുന്നു. നോക്ക്, അവിടെ പറയാണ്, പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അടുത്തു. അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തെ ഭയപ്പെടുകയാൽ അവനെ ഒടുക്കുവാൻ ഉപായം അന്വേഷിച്ചു. യേശുവിൻ്റെ ശത്രുക്കൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഈ യേശുവിൻ്റെ കൂട്ടത്തിൽ ഒരുവൻ യേശുവിനെതിരായി നടക്കുന്നു എന്നുള്ളതായ യാഥാർത്ഥ്യം. എവിടെയെങ്കിലും ഒരു അറിവ് അവർക്ക് കിട്ടിയിരുന്നുവെങ്കിൽ യൂദയെ തേടി അവർ പോകുമായിരുന്നു. 3-ാം വാക്യം പറയണം, എന്നാൽ പന്തിരിവരുടെ കൂട്ടത്തിലുള്ള ഇസ്കരിയോത്ത യൂദായിൽ സാത്താൻ കടന്നു. പെസഹ തിരുനാൾ അടുക്കുന്നതായ സമയത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. അവൻ ചെന്ന് മഹാപുരോഹിതന്മാരോടും പടനായകരോടും അവനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന വഴിയെക്കുറിച്ച് സംസാരിച്ചു. അവൻ അവരെ തേടിപ്പോകുകയായിരുന്നില്ല, അല്ലെങ്കിൽ അവർ അവനെ തേടിപ്പോകുകയായിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ എന്ന് അന്വേഷിച്ച് പോകുകയായിരുന്നില്ല. അവനോട് സംസാരിക്കാൻ വേണ്ടി അവരൊരിക്കലും പോയിരുന്നില്ല. പക്ഷേ യൂദാസ് അവരെ തിരക്കി പോയി. അവൻ ചെന്ന് മഹാപുരോഹിതന്മാരും പടനായകരോടും അവനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന വഴിയെക്കുറിച്ച് സംസാരിച്ചു. എനിക്കൊരു ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ട്, എനിക്കൊരു താല്പര്യമുണ്ട്, നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഞാൻ മുന്നോട്ട് വരാമെന്നല്ല, വഴിയെക്കുറിച്ച് സംസാരിച്ചു. തുടർച്ചയായി ഒരു ചർച്ച അവിടെ നടന്നു. തൻ്റെ അരുമനാഥനെ എങ്ങനെ ഒറ്റിക്കൊടുക്കാമെന്നതിനെ കുറിച്ച് യൂദ മഹാപുരോഹിതന്മാരോടൊരു ചർച്ച വെക്കുകയുണ്ടായി. അവനെ കാണിച്ചു കൊടുക്കുന്ന വഴിയെക്കുറിച്ച്. ഒരുപക്ഷെ യൂദാസിന് അനേക പോസിബിലിറ്റീസ്, സാധ്യതകൾ അവരുടെ മുമ്പാകെ തുറന്നിട്ട് കൊടുക്കാൻ സാധിക്കും. അത് ഏറ്റവും കൂടുതലായിട്ട് യേശു എവിടെയൊക്കെ പോണ്, എന്തൊക്കെ സമയത്ത് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ആ യൂദാസിനെ, ആ ഒരു സാധ്യതകളെ കുറിച്ച് അറിവുള്ളവനാണ്. അവനായിരിക്കും ഒരുപക്ഷെ ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. അവരിങ്ങോട്ട് പറയുകയായിരുന്നില്ല, അവൻ അങ്ങോട്ട് പറയുകയായിരുന്നു ഉണ്ടായിരുന്നത്. പാപം നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, പാപത്തോട് നമുക്ക് താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ, അവൻ ഇങ്ങോട്ട് വന്ന് കീഴടക്കും മുമ്പ് തന്നെ നാം അങ്ങോട്ട് കടന്നു ചെന്ന് കീഴടങ്ങുവാൻ തയ്യാറാകും. അതാണ് വാസ്തവം. നമ്മൾ അങ്ങോട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് ചെന്നുകൊണ്ട് കീഴ്പ്പെടുന്നതായ ഒരു അവസ്ഥ കടന്നു വരും. എഫേസ്യർ 4-ാം അധ്യായം 18-19. അവർ അത്ഭുതികളായി അജ്ഞാനം നിമിത്തം ഹൃദയ കാണുന്ന നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ അകന്നു മനം തർപ്പിച്ചു പോയവരാകിയാൽ അത്യാഗ്രഹത്തോട് സകല അശുദ്ധി പ്രവർത്തിപ്പാൻ ദുഷ്കർമ്മം തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നോക്കുക, ജാതികളെ കുറിച്ച് പറയണം. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവരാകയാൽ ദൈവത്തിൽ നിന്ന് നാം അകറ്റപ്പെടുന്നത്, ദൈവത്തിൻ്റെ ജീവനിൽ നിന്നും അകറ്റപ്പെടുന്നത് ഒരു സുപ്രഭാതത്തിലല്ല. പതിയെയാണ് നമ്മുടെ ഹൃദയത്തെ പിശാച് കീഴടക്കുന്നത്. പലപ്പോഴും ചെറിയ കാര്യങ്ങളിൽ ആരംഭിച്ചുകൊണ്ടാണ്. യൂദാസിനെ വാസ്തവം നമുക്ക് അറിയാൻ സാധിക്കും. യൂദാസിന് ഒരു ചാൻസ്, ഒരു സാധ്യത കാണുകയുണ്ടായി. ധനസമ്പാദനത്തിലുള്ളതായ ഒരു സാധ്യത യേശുവിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നതുകൊണ്ട് യൂദാസ് കാണുകയുണ്ടായി. അതാണ് അവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വീഴ്ച എന്ന് പറയുന്നത്. അന്ധബുദ്ധികളായ അജ്ഞാന നിമിത്തം ബുദ്ധി കെട്ടുപോയി കഴിഞ്ഞാൽ, ജ്ഞാനമില്ലാതായി കഴിഞ്ഞാൽ ഹൃദയം കഠിനമാകും. ഹൃദയം കഠിനമായി കഴിഞ്ഞാൽ
ദൈവത്തിൻ്റെ ജീവനിൽ നകന്ന് മനം തഴമ്പിച്ചു പോകും. ആര് പറഞ്ഞാലും മനസ്സിലാക്കാൻ കഴിയാത്തതായ ഒരു സ്റ്റേജിലേക്ക് കടന്നു പോകും. എത്രമാത്രം പ്രസംഗം കേട്ടാലും വചനം കേട്ടാലും മാനസാന്തരപ്പെടാൻ കഴിയാത്തതായ ഒരു സ്ഥലത്തിലേക്ക് കടന്നു പോകും. അവിടെ പറയാണ്, മനം തഴമ്പിച്ച് പോയവരായ ഇങ്ങനൊരു സ്റ്റേജിലേക്ക് ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അത്യാഗ്രഹത്തോട് സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. യൂദാസ് അത്യാഗ്രഹത്തോട്, അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അത്യാഗ്രഹത്തോട് ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു, സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പിശാചിന് മുമ്പാകെ യൂദാസ് തൻ്റെ ജീവിതം സമർപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ധൈര്യത്തോടു കൂടി നിന്നുകൊണ്ട് അവരോട് ചർച്ച നടത്തിയത്. എങ്ങനെയാണ് യേശുവിനെ പിടിക്കാൻ സാധിക്കുന്നത്? നിങ്ങൾ പിടിക്കാൻ ഞാൻ സഹായിക്കാം, ബാക്കി നിങ്ങൾ ചെയ്തോളണം. മത്തായി 26-ാം അധ്യായം 14 മുതൽ 16 വരെ. അന്ന് പന്തിരിൽ ഒരുത്തനായ യൂദാ ഇസ്കറിയോത്ത മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു. നിങ്ങൾ എന്ത് തരും, ഞാൻ അവനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവർ അവന് 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു. അന്ന് മുതൽ അവരെ കാണിച്ചു കൊടുക്കാൻ അവൻ തക്കം അന്വേഷിച്ചു. നോക്ക, പന്തിരുവരിൽ ഒരുത്തനായ യൂദാ ഇസ്കറിയോത്ത മഹാപുരോഹിതന്മാരെ അടുക്കൽ ചെന്നു. നിങ്ങൾ എന്തു തരും? അവൻ യേശുവിനെ വില പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. നിങ്ങൾ എന്തു തരും? യേശുവിനോടുള്ള ബന്ധം വിട്ടു, യേശുവിനോടുള്ള സ്നേഹം വിട്ടു. യേശു അവൻ്റെ ജീവിതത്തിൽ ആരുമല്ലാതായിത്തീർന്നു. അവൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ മാറ്റപ്പെടുകയുണ്ടായി. നിങ്ങൾ എന്തു തരും? ഞാൻ അവനെ വിൽക്കാൻ പോവുകയാണ്. മഹാപുരോഹിതന്മാർ ഇരിക്കുന്നിടത്തേക്ക് ചെന്നു, നിങ്ങൾ എന്തു തരും? ഞാൻ അവനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവർ അവന് 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു. ആ പാപിനിയായ സ്ത്രീ തൻ്റെ കയ്യിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുകൊണ്ടാണ് 300 വെള്ളിക്കാശുള്ള ആ ഒരു തൈലം പൊട്ടിച്ചൊഴിച്ചത്. അവളുടെ കയ്യിൽ 1000 വെള്ളിക്കാശുള്ളതായ തൈലം ഉണ്ടായിരുന്നെങ്കിൽ അതും പൊട്ടിച്ചൊഴിച്ചാൽ. കാരണം തനിക്ക് നൽകാവുന്നതിൽ ഏറ്റവും വലിയ വിലയാണ് ഈ സ്ത്രീ യേശുവിന് കൊടുത്തത്. പക്ഷേ യൂദാസിന് ഇത് മതിയായിരുന്നു. ഈ 30 വെള്ളിക്കാശ് മതി. അവൻ്റെ തൽക്കാല ചെലവിനുള്ള കാര്യങ്ങൾ അത് മതി. യേശുവിന് കൊടുത്ത വില 10-1. അവിടെ പറയാണ്, 30 വെള്ളിക്കാശ് തൂക്കി കൊടുത്തു. അന്നു മുതൽ, ആ ദിവസം മുതൽ, അല്ലെങ്കിൽ ഇപ്പോൾ യോഹന്നാൻ 13 കാണുന്ന പോലെ ആ കണ്ണം മുക്കിക്കൊടുത്ത ദിവസം തൊട്ടല്ല അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ. അവൻ വളരെ നാളുകൾക്ക് മുമ്പേ തുടങ്ങിയതാണ് ഈ പരിപാടി. അവനെ കാണിച്ചു കൊടുക്കാൻ അവൻ തക്കം അന്വേഷിച്ചു പോകുന്നു. പറ്റിയ അവസരം എന്താണെന്ന് ഓരോ ദിവസവും അവൻ അന്വേഷിച്ചു വരികയാണ്. യേശുവിൻ്റെതായ എല്ലാ ചാർട്ടുകളും എല്ലാ പരിപാടി കാര്യങ്ങളും എല്ലാം വീക്ഷിച്ചിട്ട് എപ്പോഴാണ് അവനെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്. മർക്കോസ് 14-ാം അധ്യായം 10 മുതൽ 11 വരെ. പിന്നെ 12 ഒരുത്തനായി ഇസ്കറിയോത്താവായ യൂദാ അവനെ മഹാപുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് അവരുടെ അടുക്കൽ ചെന്നു. അവർ അത് കേട്ട് സന്തോഷിച്ചു. അവന് പണം കൊടുക്കാം എന്ന് വാഗ്ദത്തം ചെയ്തു. അവൻ എങ്ങനെ കാണിച്ചു കൊടുക്കാം എന്ന് തക്കം അന്വേഷിച്ചു പോകും. നോക്ക, യൂദാസ് അങ്ങോട്ട് മഹാപുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് അവരുടെ അടുക്കൽ ചെന്നു. അവർ അത് കേട്ട് സന്തോഷിച്ചു. പണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അവന് എങ്ങനെ കാണിച്ചു കൊടുക്കാമെന്ന് തക്കം അന്വേഷിച്ചു പോന്നു. സാത്താൻ യൂദയെ എടുത്തുപയോഗിക്കുകയായിരുന്നില്ല, യൂദ സ്വയമായിട്ട് അവനെ കീഴ്പ്പെടുകയായിരുന്നു ചെയ്തത്. യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതായ സമയത്ത് ഈ 3.5 വർഷക്കാലം അവൻ്റെ കൂടെ നടന്നതിൻ്റെതായ ഒരു മനസ്താവും അവൻ്റെ ഹൃദയത്തിൽ തോന്നിയിരുന്നില്ല. എല്ലാത്തിനും മുമ്പിൽ നിന്ന് നേതൃത്വം കൊടുക്കുമ്പോൾ പോലും ഒരിക്കൽ പോലും മനസ്സൊന്നും പതറിയില്ല. അവൻ്റെ ജീവിതത്തിൽ പഴയ ഓർമ്മകളൊന്നും പതറിയില്ല. ഇത്രയും ചതിയനായിരുന്നിട്ടും ഇത്രയും വഞ്ചകനായിരുന്നിട്ടും പണസഞ്ചിയിലുള്ളത് തോന്നിയ പോലെ കൈകാര്യം ചെയ്യുന്നതിനായിട്ടും തന്നെ എല്ലാം ഏൽപ്പിക്കുവാൻ തയ്യാറായ കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് അവന് ചിന്തിക്കുവാൻ കഴിഞ്ഞില്ല. മത്തായി 26-ാം അധ്യായം 47 മുതൽ 50 വരെ. പല പ്രാവശ്യം ഇതിലൂടെ കടന്നു പോകുന്ന പല വീക്ഷണകോണിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. 26-47 മുതൽ 50 വരെ. അവൻ സംസാരിക്കുമ്പോൾ തന്നെ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മുഖന്മാരും അയച്ച വലിയൊരു പുരുഷാരം വാളും വടികളുമായി വന്നു. അവനെ കാണിച്ചു കൊടുക്കുന്നവൻ, ഞാൻ ഏവനെ ചുംബിക്കുമോ
അവൻ തന്നെയാകുന്നു, അവനെ പിടിച്ചുകൊണ്ടിരുന്നവർക്ക് ഒരു അടയാളം കൊടുത്തിരുന്നു. ഉടനെ അവൻ യേശുവിന്റെ അടുത്ത് വന്ന് റബ്ബി വന്ദനമെന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. യേശു അവനോട് സ്നേഹിത, നീ വന്ന കാര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ അടുത്ത് യേശുവിന്റെ മേൽ കൈവച്ച് അവനെ പിടിച്ചു. അവർ സംസാരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ശിഷ്യന്മാരുമായിട്ട് യേശു സംസാരിക്കുമ്പോൾ തന്നെ പറയാണ്, പന്തിരുവരിൽ ഒരുത്തനായ യൂദായും അവനോട് കൂടെ മഹാപുരോഹിതന്മാരും. അവൻ മുമ്പിൽ നിൽക്കുകയാണ്, മഹാപുരോഹിതന്മാർ പുറകിലാണ്. അവനാണ് നേതൃത്വം കൊടുക്കുന്നത്, അവനാണ് നയിക്കുന്നത്. അവൻ മുന്നോട്ട് പോയിട്ട് പറയാണ്, ജനത്തിന്റെ മൂപ്പന്മാരും അയച്ച വലിയൊരു പുരുഷാരും അവന്റെ വാളും പൊടികളായിട്ട് അവന്റെ പുറകെയുണ്ട്. അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെയാകുന്നു, അവനെ പിടിച്ചുകൊള്ളുവിനെന്ന് അവർക്ക് ഒരടയാളം കൊടുത്ത്. യൂദാ പുറകിൽ നിന്ന് ചൂണ്ടിക്കാണിച്ചതല്ല, ആ ഇന്ന ആളാണ്, ഇന്ന അടയാളമുള്ള വ്യക്തിയാണ്, നിങ്ങൾ ചെന്നോ, ഞാൻ എന്നെ കാണണ്ട, ഞാൻ മാറി നിന്നേക്കാം എന്ന് പറയായിരുന്നില്ല. ഞാൻ ആരെ ചുംബിക്കുന്നു, അത്രയ്ക്ക് ഹൃദയകാഠിന്യമുണ്ട്. തൻ്റെ ഹൃദയത്തിൽ തൻ്റെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടോട് അല്ലെങ്കിൽ അവൻ്റെ കവളോട് അടുപ്പിക്കുമ്പോൾ പോലും പതറിയില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഞാൻ ആരെ കാണിക്കുന്നു അവൻ തന്നെയാവുന്നു, പിടിച്ചുകൊള്ളുവിൻ. യേശു ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അവൻ യേശുവിൻ്റെ അടുക്കൽ വന്നു, റബ്ബി വന്ദനം എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. സാധാരണ ഒരു വന്ദനം, സാധാരണ ഒരു പെരുമാറ്റം. ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിക്കാൻ പോണില്ല. യൂദാസിന്റെ പെരുമാറ്റത്തിലോ ചിന്തയിലോ ഒരു ചഞ്ചലിപ്പുമില്ല. റബ്ബി വന്ദനം, സാധാരണ പോലെ തന്നെ. പക്ഷെ യേശു അവനോടൊന്ന്, അവൻ്റെ മനസ്സിനോടൊന്ന് ഇടപെടുന്നുണ്ട്, ഹൃദയത്തോട് ഇടപെടുന്നുണ്ട്. സ്നേഹിത, നീ വന്ന കാര്യം എന്തെന്ന് പറഞ്ഞപ്പോൾ അവൻ അടുത്ത് വന്ന് യേശുവിൻ്റെ മേൽ കൈവച്ച് അവനെ പിടിച്ചു. അപ്പോൾ ആ ചുംബിച്ചപ്പോൾ തന്നെ യേശു ചോദിക്കുകയാണ്, നീ വന്ന കാര്യം എന്താണ്? മർക്കോസ് 14-ാം അധ്യായം അതിൻ്റെ 43-44. ഉടനെ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പന്തിരുവരിൽ ഒരുത്തനായ യൂദായും അവനോട് മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ, മൂപ്പന്മാർ എന്നിവർ അയച്ച ഒരു പുരുഷാരവും വാളും വടിയുമായി വന്നു. അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെ ആകുന്നു, അവനെ പിടിച്ച് സൂക്ഷ്മത്തോടെ കൊണ്ടുപോകുന്ന അവർക്ക് ഒരു അടയാളം പറഞ്ഞു കൊടുത്തിരുന്നു. നോക്കുക, ഈ യൂദാസിന്റെ പുറകെ വരുന്നതായ ജനക്കൂട്ടം വെറുതെ കടന്നു വരുന്നില്ല, വാളും വടിയുമായിട്ട് കടന്നു വരുന്നതാണ്. ഒരുപക്ഷെ യേശുവിനെ കൊല്ലാൻ വരെ സാധ്യതയുണ്ടെന്ന് യൂദാസിന് നല്ലവണ്ണം അറിയാം. യേശു ഒരുപക്ഷെ ഈ ഒരു സമയത്ത് കൊല്ലപ്പെടുവാൻ വരെ സാധ്യതയുണ്ടെന്ന് അവന് നല്ലവണ്ണം അറിയാം. വാളും വടിയുമായി വന്നു അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെ ആവുന്നു, അവനെ പിടിച്ച് സൂക്ഷ്മതയോട് കൊണ്ടുപോകുവിൻ. ചിലപ്പോൾ അവൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്, അവൻ മാഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അപ്രത്യക്ഷമാകാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെറിയ കാര്യമാണെന്നുമല്ല, ചെറിയ ആളൊന്നുമല്ല. അവൻ രക്ഷപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തു. സൂക്ഷ്മതയോട് പിടിച്ചു കൊണ്ടുപോകുവിൻ. അവർക്ക് ഒരു അടയാളവും പറഞ്ഞു കൊടുത്തു. യോഹന്നാൻ 18-ാം അധ്യായം 1 മുതൽ 3 വരെ. ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രോൻ തോട്ടിന് അക്കരയ്ക്ക് പോയി. അവിടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു, അതിൽ അവനും ശിഷ്യന്മാരും കടന്നു. അവിടെ യേശു പലപ്പോഴും ശിഷ്യന്മാരോട് പോയിരുന്നത് കൊണ്ട് അവനെ കാണിച്ചു കൊടുത്ത യൂദായും ആ സ്ഥലം അറിഞ്ഞിരുന്നു. അങ്ങനെ യൂദാ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരെയും പരീശന്മാരും അയച്ച സേവകരെയും കൂട്ടിക്കൊണ്ട് തീപ്പെട്ടി പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്നു. യേശു ശിഷ്യന്മാരുമായി കെദ്രോൻ തോട്ടിന് അക്കരെ പോയി. അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു, സാധാരണ പ്രാർത്ഥിക്കുവാൻ കടന്നു പോകുന്നതായ തോട്ടം, അല്ലെ ഏകാന്തത ഇരിക്കുവാൻ വേണ്ടി കടന്നു പോകുന്നതായ തോട്ടം. ഇത് യൂദാസിനറിയാം. അവിടെ യേശു പലപ്പോഴും ശിഷ്യന്മാരോടുകൂടി പോയിരുന്നത് കൊണ്ട് അവനെ കാണിച്ചു കൊടുത്ത യൂദായും ആ സ്ഥലം അറിഞ്ഞിരുന്നു. എവിടെയാണ് യേശു പോയി ഇരിക്കുന്നത്, എത്ര സമയം അവിടെ കാണും, ഏതെല്ലാം ദിവസങ്ങളിൽ അവൻ കടന്നു പോകും, ഇതെല്ലാം യൂദാസിന് നല്ലവണ്ണം അറിയാം. ആ സ്ഥലം യൂദാസിനും അറിയാമായിരുന്നു. അവൻ തൻ്റെ ആ യേശുവിനെ കുറിച്ചുള്ളതായ അറിവുകളും യേശുവിനെ കുറിച്ചുള്ളതായ മറ്റു കാര്യങ്ങളെല്ലാം അവനെ ചതിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയുണ്ടായി. അങ്ങനെ യൂദാ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരെയും പരീശന്മാരായ സേവകരെയും കൂട്ടിക്കൊണ്ട് തീപ്പെട്ടി പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ ചെന്ന്
യേശു തനിക്ക് നേരിടുവാനുള്ള എല്ലാം അറിഞ്ഞ് ആ പുറത്തു വന്ന് നിങ്ങൾ ആരെ തിരയുന്നു എന്ന് പറഞ്ഞു. നോക്കുക, യൂദാസിന് യാതൊരു വിധമായ മനസ്താവവും ഉണ്ടായിരുന്നില്ല ആ സമയങ്ങളിലൊന്നും. എല്ലാവരുടെയും മുമ്പിൽ നിൽക്കുക. ഹൃദയം കഠിനമായി കഴിഞ്ഞാൽ, പാപത്തിൻ്റെതായ ആ കാഠിന്യത്താൽ ഹൃദയം കഠിനമായി കഴിഞ്ഞാൽ പാപികളുടെ മുമ്പിൽ നിന്ന് അവരെ നയിക്കുവാൻ പോലും നാം തയ്യാറാകും. അതാണ് വാസ്തവം. യൂദാസിൻ്റെതായ മനസ്താപത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുമ്പോൾ മത്തായി 27-ാം അധ്യായം 1 മുതൽ 9 വരെ 2-3 വാക്കുകൾ വായിച്ച് അവസാനിപ്പിക്കും. തുടർച്ചയ്ക്ക് മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും എല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു. അവനെ ബന്ധിച്ചു കൊണ്ടുപോയി നാടുവാഴിയായ പീലാത്തോസിനെ ഏൽപ്പിച്ചു. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചുവെന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുതപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെ അടുക്കൽ മടക്കി കൊണ്ടുവന്ന്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്കെന്ത്, നീ തന്നെ നോക്കിക്കൊണ്ടേ എന്ന് അവർ പറഞ്ഞു. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞ് ചെന്ന് കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. മഹാപുരോഹിതന്മാർ ആ വെള്ളിക്കാശ് എടുത്ത് ഇത് രക്തവിലയാകിയാൽ ശ്രീമണ്ഡലത്തിൽ ഇടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞ് കൂടി ആലോചിച്ച് പരദേശികളെ കുഴിച്ചിടുവാൻ അതുകൊണ്ട് കുശവന്റെ നിലം വാങ്ങി. ആകയാൽ ആ നിലത്തിന് ഇന്നുവരെ രക്തനിലം എന്ന് പേർ പറയുന്നു. പിശാചിന്റെ പുറകെ പോകുന്നതായ ഒരു ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടുകയില്ല. ചില സമയങ്ങളിലേക്ക്, ചില കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ അവൻ നമുക്ക് നല്ലവനായിരിക്കാം. പക്ഷെ അവൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ളതാണ്. യൂദാസിന് എപ്പോഴാണ് അവരൊന്ന് തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങിയെന്നറിയില്ല. ഒരുപക്ഷെ അവൻ ചിന്തിച്ച് കാണും, യേശു തൻ്റെ കഴിവ് ഉപയോഗിച്ച് ചിലപ്പോൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്, എനിക്ക് പണവും കിട്ടും, അവൻ രക്ഷപ്പെടുകയും ചെയ്യും. എപ്പോഴാണെങ്കിലും അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുതപിച്ചു. അവൻ്റെ ഹൃദയത്തിൽ അനുതാപമുണ്ടായി. ശരിയായ അനുതാപമല്ല, ദുഃഖം ഒരിക്കലും അനുതാപമല്ല, ദുഃഖം ഒരിക്കലും മാനസാന്തരമല്ല, അതിൻ്റെ ആരംഭം മാത്രമാണ്. ആ 30 വെള്ളിക്കാശി മഹാപുരോഹിതന്മാരുടെ മൂപ്പന്മാരെ അടുക്കൽ മടക്കിക്കൊണ്ടുവന്നു. അവൻ പോയത് യേശുവിൻ്റെ അടുക്കലേക്കായിരുന്നില്ല. തൻ്റെ പ്രശ്നത്തിന് പരിഹാരം നേടാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിയായ യേശുവിൻ്റെ അടുക്കലേക്കല്ല അവൻ കടന്നുപോയത്. അവൻ ആരുടെ കൂടെയാണോ ആർക്ക് വേണ്ടിയാണോ പാപം ചെയ്തത് അവൻ്റെ അടുക്കലേക്കാണ്, അല്ലെങ്കിൽ പിശാചിൻ്റെ അടുക്കലേക്കാണ് ചെന്നത്. നിങ്ങൾ എത്രമാത്രം പിശാചിന് വേണ്ടി പ്രയോജനപ്പെട്ടാലും ഒരിക്കലും അവൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. പുരോഹിതന്മാർ യൂദാസ് പറയാണ്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിന് പാപം ചെയ്തു എന്ന് പറഞ്ഞു. ഇത് ഈ വാസ്തവത്തിൽ യേശുവിൻ്റെ അടുക്കൽ ചെന്നാണ് പറയേണ്ടത്. അതിന് ഞങ്ങൾക്കെന്ത്? അവർ പറയാം, അത് ഞങ്ങൾക്കെന്ത്, നീ നിന്നെ തന്നെ നോക്കിക്കൊള്ളുക, ഞങ്ങളുടെ പണിയല്ല അത്. നീ ചെയ്തതിൻ്റെ കൂലി നീ മേടിച്ചു കഴിഞ്ഞു. നീ നിന്നെ തന്നെ നിന്റെ പാപത്തിന്റെ ഫലം നീ തന്നെ അനുഭവിക്കും. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞ് ചെന്ന് കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. നമ്മുടെ ജീവിതത്തിലേക്ക് പിശാച് കടന്നു വരുമ്പോൾ ഓർക്കുക, അന്ത്യം കണ്ടിട്ടേ അവൻ കടന്നു പോവുകയുള്ളൂ. നമ്മളെ നിത്യമായി നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തിൽ കവിഞ്ഞ് യാതൊന്നും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. എന്നേക്കുമായിട്ട് നശിപ്പിക്കുക എന്ന് മാത്രമാണ് അവൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. യൂദയുടെ ജീവിതം നൽകുന്ന ഏറ്റവും വലിയ പാഠം അതാണ്. യൂദയുടെ ജീവിതം അതുപോലെ തന്നെ ഇങ്ങനെ ദൈവം നമുക്ക് നൽകിയെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട്. യോഹന്നാൻ 10:10. മോഷ്ടിപ്പാനും മറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നു. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ഒരു കള്ളൻ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് യാതൊരു വകയുമില്ല, 10 രൂപ കൊടുത്തേക്കാമെന്ന് പറഞ്ഞുകൊണ്ടല്ല അവൻ വരുന്നത്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. പിശാചിന് യൂദയ്ക്ക് അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. തൻ്റെ ജീവിതം നിത്യനാശത്തിലേക്ക് പോകുന്നുവെന്ന് അവൻ ഒരിക്കലും തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. തന്നെത്താൻ കൊടുത്ത്
തന്നെത്താൻ ജീവിതം സമർപ്പിച്ചുകൊണ്ട് ജീവിതം നഷ്ടപ്പെടുത്തിയ വ്യക്തിയാണ് യൂദാസ്. ഒരു ഭാഗം കൂടി വായിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. പ്രവൃത്തി 1-ാം അധ്യായം 18 മുതൽ 20 വരെ. വളരെ അതിദാരുണമായ ഒരു മരണമാണ് യൂദാസിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. മരണത്തിൽ പോലും അവൻ യാതൊരു ദയയും നേടിയിരുന്നില്ല. അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ചു, തലകീഴായി വീണു, നടുവെ പിളർന്നു, അവന്റെ കുടലെല്ലാം തുറച്ചുപോയി. അത് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകൊണ്ട് ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്നർത്ഥമുള്ള അക്കൽദാമ എന്ന പേരായി. സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസസ്ഥല ശൂന്യമായി പോകട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ എന്നും അവന്റെ അധ്യക്ഷസ്ഥാനം മറ്റൊരുത്തിന് ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. യൂദാസിന്റെ മോശമായ പരിസമാപ്തി എന്താണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. യൂദാസിന്റെ അവസാനം എന്താണ്? അവൻ അനീതിയുടെ കൂലി മേടിച്ചുകൊണ്ട് ഒരു നിലം മേടിച്ച് തലകീഴായി വീണ് നടുവേ വിളർന്ന് അവന്റെ കുടലെല്ലാം തെറിച്ചുപോയി. സുവിശേഷങ്ങൾ പറയുന്നത് കെട്ടിത്തൂങ്ങി ചത്തുപോയെന്നാണ് പറയുന്നത്. ചാകാൻ വേണ്ടി കെട്ടിത്തൂങ്ങിയതാണ്. പക്ഷേ ആ കയറ് പൊട്ടി അവൻ താഴെ വീണ് നടുവെല്ലാം പുലർന്ന് വളരെ ഭീകരമായ ഒരു മരണത്തിലൂടെ അവൻ കടന്നുപോയി. തലകീഴായി വീണു, നടുവേ വിളർന്നു, അവന്റെ കുടലെല്ലാം തുറിച്ചുപോയി. തൂങ്ങാൻ വേണ്ടി ചാടിയവനാണ്. പക്ഷെ അവൻ താഴെ വീണിട്ട് തലകീഴായിട്ട് വീണ് നടുവേ പിളർന്ന് അവന്റെ കുടലെല്ലാം തുറിച്ചുപോയി. അതിൽ യെരുശലേമിൽ യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകൊണ്ട് ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്ന അർത്ഥമുള്ള അക്കൽദാമ എന്ന് പേരായി. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായം, ഒരു കറുത്ത ഏടായിട്ട് യൂദാസ് നിലനിൽക്കുകയാണ്. ആ നിലം കാണുന്നവരെല്ലാവരും ആ ചരിത്രവും ഓർക്കും. അവിടെ സങ്കീർത്തന പുസ്തകത്തിൽ പറയണം, അവന്റെ വാസസ്ഥലം ശൂന്യമായി പോട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ എന്നും അവന്റെ അധ്യസ്ഥാനം മറ്റൊരു ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. ശൂന്യമായി പോകുവാനുള്ളത് നിലനിൽക്കുക, അല്ലെങ്കിൽ എന്നേക്കും ഓർമ്മയിൽ നിന്ന് മായപ്പെടാനുള്ളതാണ് യൂദാസിന്റെ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതവും അങ്ങനെയായി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമുക്കിത് എഴുതി നൽകിയിരിക്കുന്നത്. നമുക്ക് വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ വസിച്ചത് കൊണ്ട് ഒരിക്കലും വിശുദ്ധനായി ജീവിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ തീരുമാനിക്കണം വിശുദ്ധനാകണമോ ഇല്ലയോ എന്ന്. വിശുദ്ധിയുടെ ജീവിതം നയിക്കണമോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കണം. ഇവിടെ നിന്ന് 2 മണിക്കൂർ കഴിയുമ്പോൾ 2.5 മണിക്കൂർ കഴിയുമ്പോൾ കടന്നു പോകും. പക്ഷേ പിന്നീടുള്ള 6 ദിവസവും നമ്മളാണ് ഭൂമിയിൽ ജീവിക്കേണ്ടത് കർത്താവിന് വേണ്ടി. ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെ സഹായിക്കുമാറാട്ടെ. കേട്ടതായ സന്ദേശത്തെ ഓർത്തു